നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാലക്കാട് സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി VR ബാബു, അക്കൗണ്ടന്റ് CP പ്രദീപ് എന്നിവരുടെ യാത്രയയപ്പ് യോഗം സംഘടിപ്പിച്ചു. ആമ്പല്ലൂരിൽ വെട്ടൂരിൽ പുതുതായി നിർമ്മിക്കുന്ന കിണറ്റിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. വേളാങ്കല്ലിൽ ജീരക സോഡയ്ക്കകത്ത് ചത്ത പാമ്പിനെ കണ്ടെത്തി. കുന്നംകുളം നഗരമധ്യം അപകടക്കിണിയായി. ബസ് സ്റ്റാൻഡിന് മുൻവശത്തെ കാനയുടെ സ്ലാബ് തകർന്നു. വാർത്തകൾ വിശദമായി. പാലക്കാട് സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി VR ബാബു, അക്കൗണ്ടന്റ് CP പ്രദീപ് എന്നിവരുടെ യാത്രയയപ്പ് യോഗം സംഘടിപ്പിച്ചു. ബാങ്ക് പ്രസിഡന്റ് ബിനു N ശ്രീധർ അധ്യക്ഷത വഹിച്ചു. മുൻ PACS പ്രസിഡന്റ് MA ഹാരിസ് ബാബു ഉപഹാര സമർപ്പണം നടത്തി. പാലക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ മാസ്റ്റർ, മുൻ ബാങ്ക് പ്രസിഡന്റ് രാജിഷ ശിവജി, ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ T പ്രേമൻ, മുൻ സെക്രട്ടറി C വാസുദേവൻ, ഡയറക്ടർമാരായ CK കുട്ടൻ, PB സുധീന്ദ്രൻ, KCU ഏരിയ സെക്രട്ടറി PS രാജീവ്, സ്റ്റാഫ് പ്രതിനിധി KK കിഷോർ എന്നിവർ ആശംസകൾ പറഞ്ഞു. യാത്രയയപ്പിൽ VR ബാബു, CP പ്രദീപ് എന്നിവർ സംസാരിച്ചു. ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി സിന്ധു KP സ്വാഗതവും ഡയറക്ടർ ശൈലജ ജയലാൽ നന്ദിയും പറഞ്ഞു. ബാങ്ക് ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് ഇവിടെ നൽകുന്നത് ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ നാട്ടിലെ സഹകരണ സ്ഥാപനം ജനങ്ങളുടെ വിശ്വാസ്യതയും ജനങ്ങളുടെ സ്നേഹവുമാണ് ഒരു സഹകരണ പ്രസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത്. ആ സഹകരണ പ്രസ്ഥാനത്തെ ജനങ്ങളുടെ കൂട്ടായ്മയിലൂടെ കെട്ടിപ്പടുക്കുകയും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട സംവിധാനത്തിലൂടെ അത് നയിക്കുകയും ചെയ്യുന്നു എന്നതാണ് സഹകരണ മേഖലയുടെ സവിശേഷത. 100 വർഷത്തെ പാരമ്പര്യമുള്ള വലപ്പാട് ബാങ്ക് അതിൻ്റെ വളർച്ചയുടെ ഏറ്റവും മികച്ച ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ബാബുവും അതുപോലെ തന്നെ പ്രദീപും സർവീസ്. ആമ്പല്ലൂരിൽ വെണ്ടൂരിൽ പുതുതായി നിർമ്മിക്കുന്ന കിണറ്റിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. സ്നേക്ക് റെസ്ക്യൂ ടീം അംഗം ദിനേശാണ് 6 അടിയിലേറെ നീളമുള്ള പാമ്പിനെ പിടികൂടിയത്. 5 കോൽ ആഴത്തിലുള്ള കിണറിലാണ് പാമ്പ് വീണത്. കിണർ കുത്താൻ എത്തിയ വരന്തരപ്പള്ളി കോരനോടി സ്വദേശികളായ പ്രഭാകരൻ, ബൈജു, മനോജ് എന്നിവർ കിണറിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെയാണ് പാമ്പിനെ കണ്ടത്. തലനാരിഴയ്ക്കാണ് തൊഴിലാളികൾ പാമ്പിന്റെ കടിയേൽക്കാതെ രക്ഷപ്പെട്ടത്. പിടികൂടിയ പാമ്പിനെ പിന്നീട് വനപാലകർക്ക് കൈമാറി. വേളാങ്കല്ലിൽ ജീരക സോഡയ്ക്കകത്ത് ചത്ത പാമ്പിനെ കണ്ടെത്തി. മനക്കലപ്പടിയിലെ ഇന്ത്യൻ ഫാസ്റ്റ് ഫുഡ് എന്ന തട്ടുകടയിൽ നിന്ന് ആലുവ സ്വദേശികൾ വാങ്ങിയ ജീരക സോഡയ്ക്കകത്താണ് ചത്ത പാമ്പിനെ കണ്ടെത്തിയത്. ആരോഗ്യ വിഭാഗത്തിനു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോണത്തുകുന്ന് ചിരട്ടക്കുന്നിൽ പ്രവർത്തിക്കുന്ന റിലാക്സ് എന്ന പേരിലുള്ള സോഡ നിർമ്മാണ യൂണിറ്റിൽ പരിശോധന നടത്തി വൃത്തിഹീനമായ സാഹചര്യം കണ്ടെത്തിയതിനെ തുടർന്ന് യൂണിറ്റ് അടപ്പിച്ചു. മേഖലയിൽ ഇവർ വിതരണം നടത്തിയ കടകളിലെ സോഡകൾ തിരഞ്ഞെടുത്ത് നശിപ്പിച്ചു. കുന്നംകുളം നഗരമധ്യം അപകടക്കിണിയായി. ബസ് സ്റ്റാൻഡിന് മുൻവശത്തെ കാനയുടെ സ്ലാബ് തകർന്നു. കുന്നംകുളം നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ പഴയ ബസ് സ്റ്റാൻഡിനു എതിർവശത്തുള്ള കാന കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഒരുപോലെ അപകട ഭീഷണിയാകുന്നു. കാനയ്ക്ക് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്ലാബ് തകർന്ന് കാനയ്ക്കുള്ളിലേക്ക് തന്നെ വീണുകിടക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ. കാനയ്ക്ക് വീതി അനുയോജ്യമില്ലാത്ത സ്ലാബ് സ്ഥാപിച്ചതാണ് നിലവിലെ പ്രതിസന്ധിക്ക് പ്രധാന കാരണം.
കൃത്യമായ അളവില്ലാതെ പാകിയ സ്ലാബ് ഉറച്ചു നിൽക്കാതെ കാനയിലേക്ക് തന്നെ പതിക്കുകയായിരുന്നു. നഗരസഭയുടെ ഭാഗത്തുനിന്ന് സ്ലാബ് പുനഃസ്ഥാപിക്കാൻ പലതവണ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും അവയൊന്നും ശാശ്വത പരിഹാരമായില്ല. ഓരോ തവണ സ്ലാബ് മാറ്റുമ്പോഴും ശാസ്ത്രീയമായ പരിശോധന നടത്താതെ പഴയപടി തന്നെ തുടരുന്നതാണ് ജനങ്ങളെ വലയ്ക്കുന്നത്. നൂറുകണക്കിന് ആളുകളാണ് നിത്യവും ഇതുവഴി കടന്നുപോകുന്നത്. കാനയുടെ ഈ അവസ്ഥ സമീപത്തെ വ്യാപാരികളെയും സാരമായി ബാധിക്കുന്നുണ്ട്. സ്ലാബ് തകർന്നതോടെ റോഡിന്റെ വശങ്ങളിലൂടെയുള്ള വാഹനങ്ങളുടെ പാർക്കിങ്ങും സുഗമമായ യാത്രയ്ക്കും തടസ്സപ്പെടുന്നു. അപകടങ്ങൾ സംഭവിക്കുന്നതുവരെ കാത്തുനിൽക്കാതെ അധികൃതർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും കാനയുടെ അളവനുസരിച്ചുള്ള ബലമേറിയ പുതിയ സ്ലാബ് സ്ഥാപിച്ച് അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ചന്ദ്രാപിന്നിയിൽ മധ്യവയസ്കന് വെട്ടേറ്റു. ചന്ദ്രാപിന്നി CV സെന്റർ കിഴക്ക് കാളക്കൂടത്ത് വീട്ടിൽ ഹരിദാസനാണ് വെട്ടേറ്റത്. കഴുത്തിന് പിറകിലും മുഖത്തും പരിക്കേറ്റ ഇദ്ദേഹത്തെ ചളിങ്ങാട് ശിഹാബ് തങ്ങൾ ആംബുലൻസ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ 10:30 CV സെന്ററിന് കിഴക്കുഭാഗത്ത് വെച്ചാണ് സംഭവം. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നനയ്ക്കാനെത്തിയ ദാസനെ പരിസരവാസിയായ സുന്ദരൻ എന്നയാളാണ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. സംഭവത്തെ തുടർന്ന് സുന്ദരനെ കയ്പമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വന്യജീവി ആക്രമണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി അതിരപ്പള്ളി പ്ലാന്റേഷൻ റോഡിൽ രാത്രി യാത്രയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. വൈകിട്ട് 6 മുതൽ പിറ്റേ ദിവസം രാവിലെ 6 വരെയാണ് ഗതാഗതത്തിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കാലടി പ്ലാന്റേഷൻ കോർപ്പറേഷൻ റോഡിൽ വന്യജീവി ആക്രമണം തടയാനുള്ള നടപടികളുടെ ഭാഗമായി പ്ലാന്റേഷൻ കോർപ്പറേഷനും പഞ്ചായത്തുമായി നടത്തിയ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം ഉണ്ടായത്. വേറ്റിലപ്പാറയിൽ നിന്ന് ഏഴാറ്റുമുഖത്തേക്കുള്ള ചെക്ക് പോസ്റ്റിൽ വാച്ചറെ നിയമിക്കും. നിരോധന സമയത്തായി ഈ പാത പൂർണ്ണമായും അടച്ചിടുകയും ചെയ്യും. എന്നാൽ പ്ലാന്റേഷൻ കോർപ്പറേഷൻ പരിധികളിൽ താമസിക്കുന്നവർക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ യാത്ര ചെയ്യാൻ പ്രത്യേക അനുവാദം നൽകും. യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി ആനത്താവളങ്ങൾ കണ്ടെത്തിയ സ്ഥലങ്ങളിൽ സൗരവ വിളക്കുകൾ സ്ഥാപിക്കും. കൂടാതെ പകലും വൈകിട്ടും ഗതാഗതം നിയന്ത്രിക്കാൻ വാച്ചർമാരെ നിയോഗിക്കും. ആദ്യ ദിവസങ്ങളിൽ വൈകിട്ട് 4:30 മുതൽ 6:30 വരെ പോലീസ് സേവനം ഉറപ്പാക്കും. കുളിരാൻതോട് ഭാഗത്ത് വനം വകുപ്പിന്റെ പെട്രോളിംഗ് തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. ഈ മാസം 21 മുതൽ നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വന്നതായി വനം വകുപ്പ് അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി VR ബാബു, അക്കൗണ്ടന്റ് CP പ്രദീപ് എന്നിവരുടെ യാത്രയയപ്പ് യോഗം സംഘടിപ്പിച്ചു. ആമ്പല്ലൂരിൽ വെട്ടൂരിൽ പുതുതായി നിർമ്മിക്കുന്ന കിണറ്റിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. വേളാങ്കല്ലൂരിൽ ജീരകാസോടക്കകത്തെ ചത്ത പാമ്പിനെ കണ്ടെത്തി. കുന്നംകുളം നഗരമധ്യം അപകടക്കെണിയായി. ബസ് സ്റ്റാൻഡിന് മുൻവശത്തെ കാനയുടെ സ്ലാബ് തകർന്നു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.